ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പറായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണെന്നല്ലേ? നമ്മുടെ മഞ്ഞളാണ് കേട്ടോ, പച്ചമഞ്ഞൾ. ഉണക്കിയെടുത്തിട്ടുള്ള മഞ്ഞളല്ല, ഫ്രഷ് ആയിട്ടുള്ള പച്ചമഞ്ഞളാണ്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അളവിൽ നമ്മളൊരു കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് തന്നെ ഇൻക്രീസ് ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മഞ്ഞളുടെ ഗുണങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് കുറയ്ക്കാനായിട്ട്, പിമ്പിൾസ് വന്നു പോയിട്ടുണ്ടാവുന്ന പാടും താഴ്വും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് വൈറ്റൻ ആൻഡ് ഗ്ലോ ആക്കി കൊണ്ടുവരാനായിട്ടും നമുക്ക് ഈ ഒരു മഞ്ഞൾ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ഒരു മഞ്ഞൾ കഴുകി അതിൻ്റെ തോലെല്ലാം മാറ്റി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അളവിൽ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഒട്ടും തന്നെ വെള്ളം പാടില്ല, ക്ലീൻ ബൗൾ ആയിരിക്കണം കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ഒരു 1/2 ടീസ്പൂൺ മാത്രം. ഞാൻ പറയുന്ന അളവുകളും കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നിങ്ങളും ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഈ ഒരു ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അതല്ല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ എടുത്ത ഗ്ലിസറിൻ എടുത്ത അതേ സ്പൂണിൽ തന്നെ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മഞ്ഞൾ ഇതിനകത്തേക്ക് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതങ്ങ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം വരെ ഇത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 2-3 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. അത് എന്നതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ടൈം കൊടുക്കാം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് എടുത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ചീത്തയാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് കാണിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ട് ഏത് പരുവത്തിലായി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടോ നല്ല രീതിക്ക് സ്ക്വീസ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്യുമ്പോൾ അത് ഈ കാണുന്ന രീതിക്ക് നമുക്കതിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന ആകപ്പാടെ 2 ടീസ്പൂണ് വാട്ടറും അതുപോലെ തന്നെ ഇച്ചിരി ഗ്ലിസറിനാണ്, ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിനാണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ്. നമുക്ക് ഇതുപോലെ അങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നുള്ള ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കിതൊന്ന് അല്പം എടുത്തിട്ട് ക്രീമായിട്ടോ അല്ലെങ്കിൽ ജെല്ലായിട്ടോ ഒക്കെ നമുക്ക് മേക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബോട്ടിലോ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമഞ്ഞളുടെ സ്റ്റാർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാരും തന്നെ കളയരുത്, അതും കൂടി ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നീട് ഈ കാണിക്കുന്നതാണ് നമ്മുടെ മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ്. ഇത് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. 15-20 ദിവസം വരെ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചെയ്തെടുക്കാൻ പോകുന്ന ക്രീമാണെങ്കിലും ജെല്ലാണെങ്കിലും നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ കേടുകൂടാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കൂട്ട് എക്സ്ട്രാക്റ്റ് മാത്രം ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഷംനൂസ് ഓർഗൻ ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ല് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ജെല്ല് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഓയിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഓയിൽ സ്കിൻ ടൈപ്പുകാർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഈ രീതിക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാർ കാണുമ്പോൾ ഞാൻ സാധാരണ പറയാം അതിനകത്ത് ഓയിൽ ആഡ് ചെയ്യാനായിരിക്കും ഞാൻ സാധാരണ പറയാം അല്ലേ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ക്രീം ഉണ്ട്. മോയ്സ്ചറൈസർ ക്രീം ഇതുപോലെ അല്പം നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ഒക്കെ എടുത്തിട്ട്, ഞാനിപ്പോൾ ജെല്ല് എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ക്രീം ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ ക്രീം എടുത്തിട്ട് അതിനകത്തേക്ക് അല്പമായിട്ട് നമ്മുടെ ഈ ഒരു മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ആണെങ്കിലും ജെല്ലാണെങ്കിലും റെഡി ആയിട്ട് വരും കേട്ടോ. ആദ്യം കൂടി നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് അധികം അങ്ങ് ഒഴിച്ചിട്ട് ജെല്ലിടാതെ അല്പമായിട്ട് വേണം ആ ഒരു എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ മഞ്ഞളുടെ ക്രീം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡേ ടൈമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ടൈം ആയാലും
ആയാലും കുഴപ്പമില്ല. നൈറ്റ് ടൈം ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ് റിസൾട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് രാത്രി ഉപയോഗിക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റിലൊക്കെ ആവും എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങളിത് കിടക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നേരം നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്യുക, ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. നമുക്ക് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. നോർമൽ പ്ലെയിൻ വാഷ് ചെയ്ത ശേഷം ജസ്റ്റ് വൈപ്പ് ചെയ്ത് മാത്രം മതി കേട്ടോ. എന്നതിന് ശേഷം പോയി കിടന്നുറങ്ങുക. അപ്പോൾ ഈ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് ഫേസ് വാഷോ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി ഒരു ക്രീം നല്ലൊരു ക്ലീൻ ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമുക്കിത് പുറത്ത് തന്നെ വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ആ എക്സ്ട്രാക്റ്റ് മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ബാക്കി നമുക്ക് ഈ ഒരു ക്രീം ആണെങ്കിലും ജെല്ലാണെങ്കിലും പുറത്ത് വെച്ച് ഉപയോഗിച്ചാൽ മതി. അതും ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ആരും തന്നെ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡെല്ലാം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.